ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നോമ്പുകാലത്തുള്ള ഈ ആത്മീയ തീർത്ഥാടന യാത്രയിൽ കനാൻ പ്രവേശനത്തിൽ ദൈവശിക്ഷയിൽ നിന്ന് ഒഴിയുവാൻ, ദൈവത്തോട് അടുക്കുവാൻ, ലോകം തരിശായി കിടക്കുന്ന ഈ അനുഭവത്തിൽ നിന്ന് ആത്മീയമായ അനുഗ്രഹം നേടുവാൻ ദൈവത്തോടടുത്ത് ചെല്ലുന്ന ഈ നോമ്പുകാല ചിന്തകളിൽ പുറപ്പാട് പുസ്തകത്തിലൂടെയുള്ള ഒരു വചനധ്യാന കനാൻ പ്രവേശന യാത്ര നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുറപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിൽ യഹോവ പിന്നെയും മോശയോട്, നീ ഫറവോൻ്റെ അടുക്കൽ ചെല്ലുക, ഞാൻ അവൻ്റെ മുമ്പിൽ എൻ്റെ അടയാളങ്ങളെ ചെയ്യേണ്ടതിനും ഞാൻ മിസ്രൈമിൽ പ്രവർത്തിച്ച കാര്യങ്ങളെ അവരുടെ മധ്യേ ചെയ്ത അടയാളങ്ങളും നീ നിൻ്റെ പുത്രന്മാരോടും പൗത്രന്മാരോടും വിവരിക്കരുത്, ഞാൻ യഹോവ ആകുന്നു നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ അവൻ്റെയും ഭൃത്യന്മാരുടെയും ഹൃദയം കഠിനമാക്കിയിരിക്കുന്നുവെന്ന് കൽപ്പിച്ചു. അവിടെ പിന്നെയും ആ കഠിന ഹൃദയമുള്ള ഫറവോൻ്റെ ഒരവസ്ഥ സംഭവിക്കുക. അങ്ങനെ മോശെ ആഹാരോന് ഫറവോൻ്റെ അടുക്കൽ ചെന്ന് അവനോട് പറഞ്ഞു നിന്നാൽ, എബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ മുമ്പാകെ നിന്നെ തന്നെ നിർത്തുവാൻ എത്രത്തോളം നിനക്ക് മനസ്സില്ലാതിരിക്കും? എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാൻ. ഇത് തന്നെ ഇന്ന് സംഭവിക്കുന്നത്. ഈ സംഭവിക്കുന്നത് ആരാധനയോടും പ്രാർത്ഥനയോടും ദൈവജനത്തോടും ഒന്നും താല്പര്യമില്ലാത്തൊരു സമൂഹമായി ഇന്നത്തെ സമൂഹം വളർന്നു വരികയാണ്. പാപത്തിൻ്റെ വഴിയിലേക്ക് തിരിയുന്ന സമൂഹത്തിന് ദൈവത്തിൽ നിന്ന് അകലുക, ഹൃദയം കഠിന ഹൃദയമാകുന്ന ഒരു അനുഭവമാണ് വരുന്നത്. അത് വ്യാധികൾ കൊണ്ടും മറ്റു പലതരത്തിലും ഇത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. 10-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ, പുറപ്പാട് 10:4, എൻ്റെ ജനത്തെ വിട്ടയപ്പാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ ഞാൻ നാളെ നിൻ്റെ രാജ്യത്ത് വെട്ടുക്കിളിയെ വരുത്തും. അടുത്ത ഒരു ശാപം, ശിക്ഷ. നിലം കാണുവാൻ വഹിയാതെ കൊണ്ടും അവ ഭൂതലത്തെ മൂടുകയും കൽമഴയിൽ നശിക്കാതെ ശേഷിച്ചിരിക്കുന്ന പറമ്പിൽ തളുത്ത് വരുന്ന സകല വൃക്ഷവും തിന്നു കളയുകയും ചെയ്യും. ഇതെല്ലാം ഇന്ന് സംഭവിക്കുന്നില്ലേ? ഒരൊറ്റ കൃഷി ഫലം ഇന്നില്ല. കൃഷി ചെയ്ത് ഒരു മനുഷ്യൻ രക്ഷപ്പെടുന്ന ഒരു കാലത്തിലല്ല ജീവിക്കുന്നത് നമ്മൾ. 6-ാം വാക്യത്തിൽ, നിൻ്റെ ഗ്രഹങ്ങളും നിൻ്റെ സകല വൃത്യന്മാരുടെ മേലും സകല മിസ്രയരുടെ വീടുകളിലും അതുകൊണ്ട് നിറയും. നിൻ്റെ പിതാക്കന്മാരെങ്കിലും പിതൃപിതാക്കന്മാരെങ്കിലും ഭൂമിയിലിരുന്ന കാലം ഒഴികെ ഇന്ന് വരെ അങ്ങനെയുള്ള കാലം കണ്ടിട്ടില്ല. പിന്നെ അവൻ തിരിഞ്ഞ് ഫറവോൻ്റെ അടുക്കൽ നിന്ന് പോയി. അപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്ന അടുത്ത ഒരു ശിക്ഷ യഹോവയായ ദൈവം അയക്കാൻ പോകുന്നത് വെട്ടുക്കിളിയാവും. ഇത്രയുമായപ്പോൾ 7-ാം വാക്യത്തിൽ പറയുന്നു, അപ്പോൾ ഭൃത്യന്മാർ ഫറവോനോട്, എത്രത്തോളം ഇവൻ നമുക്ക് കണിയായിരിക്കും? ആ മനുഷ്യരെ തങ്ങളുടെ ദൈവമായ യഹോവയെ ആരാധിക്കുന്നതിന് വിട്ടയക്കണം. മിസ്രയീം നശിച്ചു പോകുന്നുവെന്ന് ഇപ്പോഴും നീ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. ഇത് നശിച്ചുകൊണ്ടിരിക്കുക. ഓരോ ദിവസവും നമ്മൾ നശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഫറവോൻ മോശയെ അഹരോനെയും വീണ്ടും വരുത്തി അവരോട്, നിങ്ങൾ പോയി നിങ്ങളുടെ ദൈവമായ യഹോവയെ ആരാധിപ്പിക്കും. എന്നാൽ പോകേണ്ടവൻ ആരെല്ലാമെന്ന് ചോദിച്ചതിന് മോശ, തങ്ങൾക്ക് യഹോവയുടെ ഉത്സവം ഉണ്ടാകുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ബാലന്മാരും വൃദ്ധന്മാരും പുത്രന്മാരും പുത്രിമാരുമായി പോകും. ഞങ്ങളുടെ ആളുകളെയും കന്നുകാലികളെയും കൂടെ കൊണ്ടുപോകും എന്ന് പറഞ്ഞു. ഞങ്ങളെ എല്ലാവരും മൊത്തം ആബാലവൃദ്ധമാണ് ഞങ്ങൾ പോകുന്നത്. അവൻ അവരോട്, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞു കുട്ടികളെയും വിട്ടയച്ചാൽ യഹോവ നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നോക്കുവിൻ, ദോഷമാകുന്നു നിങ്ങളുടെ അന്തരം. അങ്ങനെ അല്ല, നിങ്ങൾ പുരുഷന്മാർ പോയി യഹോവയെ ആരാധിച്ചോളി, വേറെ ആർക്കും ഒക്കെയില്ല, പുരുഷന്മാർക്ക് ദൈവത്തെ ആരാധിക്കാൻ പാടില്ല. ഇതല്ലോ നിങ്ങൾ അപേക്ഷിച്ചതെന്ന് പറഞ്ഞ് അവരെ ഫറവോൻ്റെ സന്നിധിയിൽ നിന്ന് ആട്ടിക്കളഞ്ഞു. അത് സമ്മതിച്ചില്ല. അപ്പോൾ അവിടെ ഒരു കോംപ്രമൈസ് ഉണ്ടാകുന്നില്ല. ഞങ്ങൾക്ക് കുടുംബമായി പോയി ആരാധിക്കാൻ ഒക്കുന്നില്ല, പുരുഷന്മാരി ഒരു പോയി ആരാധിക്കാം. കുടുംബമായി ദൈവസന്നിധിയിൽ ആരാധിക്കുന്ന ആരാധനയുടെ അനുഭവം ഈ നോമ്പുകാലത്തെ ആരാധനയിൽ ഉണ്ടാകണം. ഇതായപ്പോൾ വീണ്ടും ആ ശിക്ഷ തന്നെ വരുത്താൻ പോവുകയാണ്. 12-ാം വാക്യത്തിൽ, അപ്പോൾ യഹോവ മോശയോട്, നിലത്തിലെ സകല സസ്യാദികളിലും കൽമഴയിൽ ശേഷിച്ചതൊക്കെയും തിന്നു കളയേണ്ടതിന് വെട്ടുക്കിളി മിസ്രയീം ദേശത്ത് വരുത്തുവാൻ നിൻ്റെ കൈ ദേശത്തിൻ്റെ മേൽ നീട്ടുക എന്ന് പറഞ്ഞു. അങ്ങനെ മോശ തൻ്റെ വടി മിസ്രയീം ദേശത്തിന്മേൽ നീട്ടി. യഹോവ പകൽ മുഴുവനും രാത്രി മുഴുവനും
ദേശത്തിനു മേൽ കിഴക്കൻ കാറ്റ് അടുപ്പിച്ചു. പ്രഭാതമായപ്പോൾ കിഴക്കൻ കാറ്റ് വന്ന് വെട്ടുക്കിളിയെ കൊണ്ടുവന്നു. കാറ്റിനകത്തൂടെ മുഴുവൻ വെട്ടുക്കിളിയോട് ദേശമൊക്കെ നിറഞ്ഞു. വെട്ടുക്കിളി മിസ്രൈം ദേശത്തൊക്കെയും വന്നു. മിസ്രൈമിൻ്റെ അതിർക്കകത്തൊക്കെയും അനവധിയായി വീണു. മുഴുവൻ വെട്ടുക്കിളി വന്നു. അതുപോലെ വെട്ടുക്കിളി ഇതിനു മുമ്പ് എങ്ങും ഉണ്ടായിട്ടില്ല. അതുപോലെ ഉണ്ടാകുകയില്ല, ഇനി ഉണ്ടാകുകയില്ല. അത് ഭൂതലത്തെയൊക്കെയും വെട്ടുകിളി ഭൂതലത്തെയൊക്കെയും മൂടി. ദേശം അതിനാൽ ഇരുണ്ടുപോയി. കൽമഴയിൽ ശേഷിച്ചതായ നിലത്തിലെ സകല സസ്യവും വൃക്ഷങ്ങളുടെ സകല ഫലവും അത് തിന്നു കളഞ്ഞു. മിസ്രൈം ദേശത്തെങ്ങും വൃക്ഷങ്ങളിലാകട്ടെ നിലത്തിലെ സസ്യത്തിലാകട്ടെ പച്ചയായതൊന്നും ശേഷിപ്പിച്ചില്ല. മുഴുവൻ നശിപ്പിച്ചു. ഒരു വെട്ടുകിളി ശാപം അയക്കുകയാണ്. എന്തെല്ലാം ശാപങ്ങളാണ് ദൈവം അയച്ചത്. ഇസ്രായേൽ ദേശത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിടുവിക്കാനായിട്ട് ശാപങ്ങൾ അയച്ചയച്ച് വിടുതലിന് വേണ്ടി അയക്കുകയാണ്. ഈ ശാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണ്ടേ? ഈ നോമ്പ് കാലത്തെ നോമ്പ് ധ്യാനത്തിലൂടെ ചിന്തയിലൂടെ നമുക്കൊരു വിടുതൽ പ്രാപിക്കാൻ സാധിക്കട്ടെ. അന്ന് ഇസ്രായേൽ മക്കളെ വിടുവിച്ച് പുതിയ നിയമ ഇസ്രായേലെയും നമ്മളെ വിടുവിക്കണം. 16-ാം വാക്യത്തിൽ ഫറവോൻ മോശയെ അഹരോനെയും വേഗത്തിൽ വിളിപ്പിച്ചു. നിങ്ങൾ ദൈവമായ യഹോവയോട് നിങ്ങളോടും ഞാൻ പാപം ചെയ്തു. ഈ പ്രാവശ്യം അവൻ അനുതാപം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ പ്രാവശ്യം മാത്രം നീ എൻ്റെ പാപം ക്ഷമിച്ച് ഈ ഒരു മരണം എന്നെ വിട്ടു നീങ്ങുവാൻ നിങ്ങൾ ദൈവമായ യഹോവയോട് പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞു. അവൻ ഫറവോൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് യഹോവയോട് പ്രാർത്ഥിച്ചു. അപ്പോൾ മഹാശക്തിയുള്ളൊരു പടിഞ്ഞാറൻ കാറ്റ് അടുപ്പിച്ച് അത് വെട്ടുക്കിളിയെ എടുത്ത് ചെങ്കടലിലിട്ട് കളഞ്ഞു. മിസ്രൈം രാജ്യത്തെങ്ങും ഒരു വെട്ടുക്കിളി പോലും ശേഷിച്ചില്ല. മുഴുവൻ വെട്ടുക്കിളിയെ ഒറ്റ കാറ്റിന് ദൈവം മാറ്റി. ദൈവത്തിൻ്റെ ശക്തി അപ്രകാരമാണ്. ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് അടിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി. വെട്ടുക്കിളിയെ കൊണ്ടുവന്നതും വെട്ടുക്കിളിയെ മാറ്റുന്നതും ആ ദൈവത്തിൻ്റെ അത്ഭുത ശക്തിയാണ്. 20-ാം വാക്യത്തിൽ എന്നാൽ യഹോവ ഫറവോൻ്റെ ഹൃദയത്തെ കഠിനമാക്കി അവൻ ഇസ്രായേൽ മക്കളെ വിട്ടയച്ചതുമില്ല. 21-ൽ അപ്പോൾ യഹോവ മോശയോട് മിസ്രൈം ദേശത്ത് സ്പർശിക്കത്തക്ക ഇരുളുണ്ടാകരുത്, നീ നിൻ്റെ കൈ ആകാശത്തേക്ക് നീട്ടുക എന്ന് പറഞ്ഞു. ദേശത്തെ എല്ലാം ഇരുട്ടാക്കുക, ഒരു ഭീതി ജനിപ്പിക്കട്ടെ. മോശ തൻ്റെ കൈ ആകാശത്തേക്ക് നീട്ടി മിസ്രൈം ദേശത്തൊക്കെ ഈ 3 ദിവസത്തേക്ക് കൂരിരുട്ടുണ്ടായി. എന്തോ ഒരു ഗതികേടാന്ന് ഓർത്തോണേ. കൂരിരുട്ട്. ഒരു രാത്രിയിൽ നമ്മളെങ്ങനെയാണ് കഴിയുന്നത്? ആ ദേശം മുഴുവൻ എങ്ങനെ കൂരിരുട്ടിൽ നിൽക്കുകയാണ്. അനുസരണമില്ലാത്ത ദൈവജനത്തിൻ്റെ അനുസരണമില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതായ ദോഷങ്ങളാണ് ഇന്നും എൻ്റെയും നിങ്ങളുടെയും അനുസരണമില്ലായ്മ കൊണ്ട് ഇന്ന് സംഭവിക്കുന്ന ഒരു കൂരിരുട്ടാകുന്ന ഭവനങ്ങൾ, കൂരിരുട്ടാകുന്ന വ്യക്തി ജീവിതങ്ങൾ, കൂരിരുട്ടാകുന്ന സഭകൾ, കൂരിരുട്ടിൻ്റെ അവസ്ഥയിലായി ഇന്ന്. 21-ാം വാക്യത്തിൽ 3 ദിവസത്തേക്ക് ഒരുത്തൻ കണ്ടില്ല. ഒരുത്തരും ഇതുവരെ സ്ഥലം വിട്ട് എഴുന്നേറ്റതുമില്ല. എന്നാൽ എല്ലാ ഇസ്രായേൽ മക്കൾക്കും എല്ലാവർക്കും തൻ്റെ വാസസ്ഥലങ്ങൾ വിളിച്ചുകൊണ്ടായിരുന്നു. ഇസ്രായേൽ മക്കൾക്കെല്ലാം വിളിച്ചു. മിസ്രൈമ്യർക്ക് മുഴുവൻ കൂരിരുട്ടു. പരസ്പരം കാണാതെ കേൾക്കാതെ ഒന്നും ചെയ്യാത്ത ഇരുട്ടിൻ്റെ അവസ്ഥ. വീടും കാണാനൊക്കെയാണ്. കറണ്ടും ഇല്ല, ഒന്നുമില്ല. 24-ാം വാക്യത്തിൽ അപ്പോൾ ഫറവോൻ മോശയെ വിളിപ്പിച്ച് നിങ്ങൾ പോയി യഹോവയെ ആരാധിപ്പിച്ച് നിങ്ങളുടെ ആടുകളും കന്നുകാലികളും മാത്രം ഇങ്ങി നിൽക്കട്ടെ, നിങ്ങളുടെ കുഞ്ഞുകുട്ടികളോ നിങ്ങളോട് പോരട്ടെ എന്ന് പറഞ്ഞു. ഈ പ്രാവശ്യം പുരുഷന്മാർ മാത്രമല്ല കുഞ്ഞു കുട്ടികളെ കൂടെ വിടാമെന്ന് സമ്മതിച്ചു. അപ്പോൾ ഇരുട്ടുകൊണ്ട് അത്രയും ഒരു ഗുണമുണ്ടായി. 25-ാം വാക്യത്തിൽ അതിന് മോശ പറഞ്ഞത് ഞങ്ങൾ ദൈവമായ യഹോവയ്ക്ക് അർപ്പിക്കേണ്ടതിന് യാഗങ്ങൾക്ക് വേണ്ടി സർവ്വഹോമങ്ങൾക്ക് വേണ്ടി മൃഗങ്ങളെയും നിങ്ങൾക്ക് തരണം. തങ്ങളുടെ മൃഗങ്ങൾ ഞങ്ങളോട് പോരണം. ഒരു കുളമ്പ് പോലും പിന്നിൽ ശേഷിച്ചുകൂടാ. ഞങ്ങൾ ദൈവമായ യഹോവയെ ആരാധിക്കേണ്ടത് അതിൽ നിന്നല്ല ഞങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ ഞങ്ങൾക്ക് യാഗം കഴിക്കണം, മൃഗങ്ങൾ വേണം. ഏതിനെ അർപ്പിച്ച് യഹോവയെ ആരാധിക്കണമെന്ന് അവിടെ എത്തുപോലും ഞങ്ങൾ അറിയുന്നില്ല. ഏതിനെ അർപ്പിച്ചാണ് യാഗം കഴിക്കണമെന്ന് ഏകൃത്തില്ല. ആദ്യം പഴയ നിയമകാലത്തെ ആരാധനയാണ് മൃഗങ്ങളെ കൊണ്ട് ആരാധന, യാഗം കഴിപ്പിക്കുന്ന ആരാധന. പുതിയ നിയമത്തെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഏകപാപയാഗമായി തീർന്നതുകൊണ്ട്, കുരിശിൽ യാഗമായി തീർന്നതുകൊണ്ട് നമ്മളതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ഇതിൽ നിന്നുള്ളൊരു വിടുതൽ നമ്മൾക്ക് ആവശ്യമാണ്. പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ദൈവത്തിലേക്ക് അടുക്കുവാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. 27-ാം വാക്യത്തിൽ എന്നാൽ യഹോവ ഫറവോൻ്റെ ഹൃദയം കഠിനമാക്കി അവരെ വിട്ടയക്കാൻ അവന് മനസ്സിലായില്ല. പിന്നെയും ഇവരുടെ ഹൃദയം കഠിനമാകുക.
ഫറവോൻ അവനോട് എൻ്റെ അടുക്കൽ നിന്ന് പോകാം, ഇനി എൻ്റെ മുഖം കാണാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക, എൻ്റെ മുഖം കാണുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞതിന് മോശെ, നീ പറഞ്ഞ പോലെ ആകട്ടെ, ഞാനിനി നിൻ്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞു. മോശെ അവൻ പേടിപ്പിക്കുകയാണ്. മോശെ അവൻ പേടിപ്പിക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. 10-ാം വാക്യത്തിൽ മോശയെ പേടിപ്പിച്ച് അവനെ അതിൽ നിന്ന് ആട്ടിക്കളയുകയാണ്. ഈ പ്രാവശ്യം ഒരു രക്ഷയുണ്ടായില്ല. അനുദിന ജീവിതത്തിൽ നോമ്പിൻ്റെ ഈ ദിവസങ്ങളിൽ നമ്മൾക്കൊരു രൂപാന്തരത്തിൻ്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കുവാൻ, ഓരോ ദിവസം കഴിയുന്നതോറും ജീവിതത്തിൻ്റെ മാറ്റങ്ങൾ വീണ്ടും ആ മറുതലിപ്പിൻ്റെ അനുഭവത്തിലാണ് മുൻപോട്ട് നീങ്ങുന്നതെങ്കിൽ നമുക്ക് കനാനിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയില്ല. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കും. കർത്താവ് വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ച് അത്ഭുതകരമായി, അതിശയകരമായി ഈ നോമ്പാചരണത്തിലൂടെ, ദൈവദിന പഠനത്തിലൂടെ, ദൈവദിന വായനയിലൂടെ ശക്തമായ കൃപ നൽകി അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു. കർത്താവ് ഇത് കാണുന്ന ഏവർക്കും കേൾക്കുന്നവർക്കും ഒരുപോലെ അനുഗ്രഹമാക്കി തീർക്കണം. യേശു മൂലം തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.